ഇബാദത്തും അനുസരണവും തമ്മിലുള്ള വ്യത്യാസം എത്ര വ്യക്തം. അപ്പൊ ലിസാനുൽ അറബിൽ എന്താ പറഞ്ഞത് നല്ല ഉമർ മൗലവിയോട് പറയുന്നത്. ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കാൻ പറ്റുമോ പറ്റൂലേ, അതാണ് അവിടുത്തെ ചർച്ച. അത് ലിസാനുൽ അറബും ഞാൻ പരിശോധിച്ചു. ലിസാനുൽ അറബ് മാത്രമല്ല, ഒരുപാട് പണ്ഡിതന്മാരുമായി ഞാൻ ചർച്ച ചെയ്തു. അതുപോലെ തന്നെ ഞാൻ എന്നാലാകുന്ന പരിശ്രമമൊക്കെ നടത്തി. എനിക്ക് അവസാനം ബോധ്യപ്പെട്ടു എന്ത്, ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെക്കാൻ പറ്റുകയില്ല എന്ന വാചകത്തെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് എന്തെടുത്തു, ഉമറാബാദുമായി കൂട്ടിക്കെട്ടി. എന്നിട്ട് ലിസാനുൽ അറബിലേക്ക് ചേർത്തു. എന്നിട്ട് ലിസാനുൽ അറബിൽ എന്തില്ല, അനുസരണം എന്ന അർത്ഥം ഇല്ല എന്ന് ഉമർ മൗലവി ഇതാ സൽസബിയിൽ പറഞ്ഞിരിക്കുന്നു. എന്നാൽ കണ്ടോളൂ, സഹോദരങ്ങളെ, എന്താ ഇതിന് പറയേണ്ടത്, എന്താണ് ഇതിന് പറയേണ്ടത്? അത് ഞാൻ പറയണില്ല, കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് വേണ്ട വിധത്തിൽ തന്നെ വിശദീകരിക്കാം. ഇനി ഇങ്ങനെ ഒരു കാര്യം ഉമർ മൗലവി വന്നു, അത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാണ്. അങ്ങനെ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തെറ്റിദ്ധരിച്ച് പറഞ്ഞു പോയതാണ്. അതിന്റെ പേരിൽ അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് ചിന്തിക്കാൻ വകയുണ്ടോ? അതിനെ അടുത്ത സാധുത നമ്മൾ പരിശോധിക്കണം, സാധ്യത നമ്മൾ പരിശോധിക്കണല്ലോ. എന്ത്, ഈ ഇദ്ദേഹം അഥവാ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അവതരിപ്പിച്ച ആള് ജമാഅത്തെ ഇസ്ലാമിക്കാര് ഒത്താഴ ചെയ്ത് കൊടുത്തിട്ടാണ് മൂപ്പർ അവതരിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ ജമാഅത്തെ ഇസ്ലാമിക്കാരും, ആ ജമാഅത്തെ ഇസ്ലാമിക്കാര് എല്ലാവരും തെറ്റിദ്ധരിച്ചു പോയതാണ് ആ വാചകത്തിന്റെ വിശദീകരണം എന്ന് സങ്കല്പിക്കാൻ വല്ല വകയുമുണ്ടോ? വകയില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ 1998 നവംബർ 20 പുറത്തിറങ്ങിയ സൽസബീൽ, ആ സൽസബീലിന്റെ ഒന്നാമത്തെ പേജ് തുറങ്ങാണ്. സൽസബീലിന്റെ ഫസ്റ്റ് പേജ് ഞങ്ങൾ വായിച്ചപ്പോ കണ്ടില്ല, സൽസബീൽ ഞങ്ങൾ കിട്ടിയിരുന്നു, പക്ഷെ വായിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കാണാൻ കഴിഞ്ഞില്ല എന്ന് പറയണ്ട. തുറക്കുമ്പോ തന്നെ വിശേഷങ്ങൾ. എന്താ വിശേഷങ്ങളുള്ളത്? മൗദൂദിസത്തിന് വെള്ളപൂശാൻ, പ്രവാചകന്റെ പേരിൽ കള്ളഹദീസ് നിർമ്മിച്ച് പാർട്ടിയിൽ പ്രമോഷൻ തരപ്പെടുത്തിയ IPH ഡയറക്ടർ എന്നെ കുറിച്ചും ഇല്ലാത്തത് പറയാനൊട്ടും മടി കാണിക്കേണ്ടതില്ലല്ലോ. ടിയാൻ പ്രബോധനത്തിൽ സൽസബീലിൽ നിന്നുള്ള എന്റെ പ്രസ്താവനയുടെ ഒരു ഭാഗം ഉദ്ധരിച്ചുകൊണ്ടാണ് സമർത്ഥമായി തന്റെ ശീലം പ്രകടിപ്പിച്ചത്. എന്തായിരുന്നു ആ വാചകം? കേരളത്തിലെ മുജാഹിദ് പണ്ഡിതന്മാരിൽ പ്രമുഖനായ കെ ഉമർ മൗലവി എഴുതി. മൂപ്പര് എഴുതാൻ എവിടെ? പ്രബോധനത്തിൽ. എന്താ എഴുതിയത്? ഉമർ മൗലവി എഴുതി എന്ന് പറഞ്ഞിട്ട്. എന്താ എഴുതിയത്? ഇബാദത്തിന് അനുസരണം എന്ന് അർത്ഥമാക്കിയാൽ ശരിയാകുമോ എന്ന് ഞാൻ പരിശോധിക്കാൻ തുടങ്ങി. വളരെയധികം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്തു, വളരെയധികം ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. സർവാംഗീകൃതമായ ലിസാനുൽ അറബ് എന്ന മഹാഡിസ്റ്ററി എന്ന് കേരളത്തിൽ എവിടെയും ഉണ്ടായിരുന്നില്ല. ഉമറാബാദിൽ പോയി അതും നോക്കി. അവസാനം എനിക്ക് അങ്ങേറ്റം ബോധ്യപ്പെട്ടു, അനുസരണം എന്ന ഇബാദത്തിന് അർത്ഥം വെക്കാൻ പറ്റുകയില്ല. സൽസബീൽ എന്ന് എഴുതിയിട്ട് പേജ് 6-7 വീണ്ടും പറയണം. ഉമർ മൗലവി വീണ്ടും വിശദീകരിക്കാൻ. ഡയറക്ടർ ശേഷം എഴുതുന്നു എന്ന് പറഞ്ഞാൽ കാരക്കുന്ന് എഴുതുന്നു. എന്താ എഴുതിയത്? ഉമർ മൗലവി ഒന്നുകിൽ ലിസാനുൽ അറബ് കണ്ടിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, ഒരു പണ്ഡിതനാണ് ഉമർ മൗലവി, അതുപോലെ തന്നെ വിവരമുള്ള ഒരു വ്യക്തിയാണ് ഉമർ മൗലവി, അസുലി തിരിക്കുന്ന പണ്ഡിതനാണ് ഉമർ മൗലവി. അത് വളരെ വ്യക്തമായി അറിയാവുന്ന ആളാണ് കാരക്കുന്ന്. എന്നിട്ട് ഉമർ മൗലവിയെ കുറിച്ചിട്ട് അങ്ങേയറ്റം ആക്ഷേപിച്ചുകൊണ്ട് ഇദ്ദേഹം എഴുതുകയാണെന്ന് ഉമർ മൗലവി ഒന്നുകിൽ ലിസാനുൽ അറബ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, കണ്ടു എന്ന് പറഞ്ഞ എന്തായി? കള്ളായി. ഉമർ മൗലവി കള്ളനാണ് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതുകൊണ്ട് അവസാനിച്ചില്ല. അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ? വിവരമില്ല. ആർക്ക് വിവരമില്ല? ഉമർ മൗലവിക്ക് വിവരമില്ല. ഞങ്ങൾ അങ്ങനെ ആരെ ആക്ഷേപിക്കാറൊന്നുമില്ല. ഞങ്ങൾ സമ്പൂർണ്ണമായ ഇസ്ലാം ആർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ, ലളിതമായ രൂപത്തിൽ അവതരിപ്പിച്ച് അതുപോലെ തന്നെ ജനസമ്മതി നേടിയ ആളുകളാണ് ഞങ്ങൾ. ആക്ഷേപത്തിനോ അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള രൂപത്തിൽ മറ്റുള്ളവരെ ആക്രമിക്കുവാനോ വാക്കുകൾ കൊണ്ട് നോവിക്കുവാനോ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ സമ്പൂർണ്ണ ഇസ്ലാമിന്റെ ഭാരമണിയുന്ന ആളുകളാണ്. ഈ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവരുടെ ഉമർ മൗലവി ഒന്നുകിൽ ലിസാനുൽ അറബ് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമർ മൗലവി കള്ളനാണ്. പിന്നെന്താണ്? അല്ലെങ്കിൽ വായിച്ചിട്ട് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഉമർ മൗലവിക്ക് വിവരമില്ല. കാരണം ലിസാനുൽ അറബ് പരിശോധിക്കുന്ന ആർക്കും അനുസരണം എന്നർത്ഥം പറയാൻ പാടില്ലെന്ന് വ്യക്തമാകുകയില്ല. ഭാഷാ പ്രയോഗം എന്ന നിലക്കും സാങ്കേതിക പ്രയോഗം എന്ന നിലക്കും ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം അതിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഉമർ മൗലവി എടുത്തുദ്ധരിച്ചു. എവിടുന്ന ഉദ്ധരിച്ചത്? പ്രബോധനത്തിൽ നിന്ന്. എന്നിട്ട് ഉമർ മൗലവി തന്നെ ജീവിച്ചിരുന്നപ്പോ മറുപടി പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ വലിയൊരു അട്ടിമറി നടത്തിയിട്ടുണ്ട്.
അതായത് ലിസാനുൽ അറബിൽ അനുസരണം എന്നർത്ഥം പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എഴുതിയോ? ഉമർ മൗലവി എഴുതിയിട്ടില്ല. ലിസാനുൽ അറബിൽ അനുസരണം എന്നർത്ഥം പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ എഴുതിയോ? ഷെയ്ഖ് ഉദ്ധരിച്ചതിൽ അതിൽ ഇല്ല. ഷെയ്ഖ് ഉദ്ധരിച്ചതിൽ അതില്ല. ലിസാനുൽ അറബിൽ ഞാൻ കണ്ടത് എന്താണെന്ന് ഒന്നിലധികം തവണ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ കൂടി ഒരു അടിമ തന്റെ യജമാനന് അടിമവേല ചെയ്താൽ അവൻ അയാൾക്ക് ഇബാദത്ത് ചെയ്തു എന്ന് പറയുകയില്ല. അതാ ലിസാനുൽ അറബിന്ന് ഇബാദത്തിന്റെ വിശദീകരണമായി ഉമർ മൗലവി മനസ്സിലാക്കിയത്. ഉമർ മൗലവി അത് രേഖപ്പെടുത്തുകയും ചെയ്തു. മാത്രല്ല, ഇബാദത്തിന്റെ അർത്ഥവ്യാഖ്യാനത്തിൽ മൗദൂദിയുടെ കയ്യേറ്റത്തെ കുറിച്ച് ഞാൻ ഒട്ടേറെ പഠനങ്ങളും പരിശോധനകളും ചർച്ചകളും നടത്തിയിട്ടുണ്ട് എന്നെഴുതിയ കൂട്ടത്തിൽ ലിസാനുൽ അറബ് നോക്കാൻ പ്രത്യേകമായി ദീർഘയാത്ര ചെയ്തെന്നും എടുത്തു പറഞ്ഞു. ലിസാനുൽ അറബിയിൽ എന്തുണ്ടെന്ന് അവിടെ പ്രത്യേകം പറഞ്ഞിട്ടില്ല. ലിസാനുൽ അറബിയിൽ എന്താ പറഞ്ഞത് അല്ല അവിടെ പറഞ്ഞത്. ഞാൻ യാത്ര പോയ കാര്യമാണ് പറഞ്ഞത്. ചർച്ച പലരുമായി നടത്തി, പല പണ്ഡിതന്മാരുമായി ഞാൻ ചർച്ച നടത്തി. കൂട്ടത്തിൽ ഞാൻ ലിസാനുൽ അറബ് പരിശോധിക്കാൻ വേണ്ടി ഉമറാബാദിലും പോയി. വെറുതെ ഞാൻ തൊള്ളെ തോന്നിട്ട് പറഞ്ഞല്ല. ഇതാണ് അവിടെ ഉദ്ദേശിച്ചത്. അവിടെ എടുത്തു പറഞ്ഞത് വേറെ സ്ഥലത്ത് ഒന്നിലധികം സ്ഥലങ്ങളിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ സൽസബിയിലല്ല, വേറെ പല സ്ഥലത്തും. എന്താണ് പിന്നെ ലിസാനുൽ അറബിൽ ഉള്ളത് എന്ന് ഞാൻ വിശദീകരിച്ചിട്ടുമുണ്ട്. ഞാൻ എഴുതാത്തതും ഉദ്ദേശിക്കാത്തതും എന്റെ വരികൾക്കിടയിൽ വെച്ച് കെട്ടാൻ ബന്ധപ്പെടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പോലും കൃത്രിമം ചെയ്യാൻ കൂസലില്ലാത്ത ഒരാൾക്ക് ഇതൊക്കെ നിസാരം തന്നെ. ഇതാര് പറഞ്ഞു? ഉമർ മൗലവി. എപ്പോഴാ പറഞ്ഞത് കേട്ടോ? 1998 നവംബർ. കൊല്ലം എത്രയായി? എന്നിട്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ അടുക്കളയിൽ സ്ക്രീനും വലിച്ചു കിട്ടിയിട്ട് മൗദൂദി സാഹിബ് ആ മൗദൂദി സാഹിബിന്റെ ആശയങ്ങൾ, ജീർണിച്ച ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ശൈഖ് മുഹമ്മദ് സാഹിബ് പറയാണെന്ത്? ലിസാനുൽ അറബ് ഉമർ മൗലവി കണ്ടില്ല, കണ്ടെങ്കിൽ തന്നെ മനസ്സിലായിട്ടില്ല. എന്താണ് ഇതിന് പറയേണ്ടത്? എന്താണ് ഇതിന് പറയേണ്ടത്? ഞങ്ങൾക്കറിയാം. അതിന് പറയേണ്ട പേര് മൗദൂദി. അതിനേക്കാൾ മോശമായ ഒരു പേര് അതിനില്ല. അതുകൊണ്ട് മൗദൂദിസം എന്നല്ലാതെ വേറെയൊന്നും അതിനെ സംബന്ധിച്ച് പറയാനില്ല എന്നാണ് ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ലിസാനുൽ അറബ് ഉമർ മൗലവി കണ്ടിട്ടില്ലേ? ഉണ്ട്. ലിസാനുൽ അറബ് ഉമർ മൗലവി വിശദീകരിച്ചിട്ടില്ലേ? ഉണ്ട്. എവിടെയാ വിശദീകരിച്ചത്? ഇത് വിശദീകരിച്ച് എവിടെയാന്ന് ചോദിച്ചാല് ജവാബുൽ മലൈബാരി. ഉമർ മൗലവിയെ കുറിച്ച് പറയുന്ന ആരോപണങ്ങൾക്കെല്ലാം ഉമർ മൗലവി തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. ജവാബുൽ മലൈബാരി ഉമർ മൗലവിയുടെ മറുപടിയാണ്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ സൂചിപ്പിക്കുന്നത് 1996 മെയ്യിൽ ഉമറാബാദിൽ പോയി എന്ന് പറഞ്ഞല്ലോ. അത് 1996 1996 ഉമറാബാദിൽ പോയി. അതിന് വേറെ എവിടെയും ലിസാനുൽ അറബ് ഉണ്ടായിരുന്നില്ല. അവിടെ ഉമർ മൗലവി കളവ്